നമ്മുടെ രാജ്യമായ ഇന്ത്യയെ ആണവശക്തിയാക്കിയ പല മഹാന്മാരുടെയും പേരുകൾ നാം പരാമർശിക്കാറുണ്ട്. എന്നാൽ ഇന്ത്യൻ ആണവ പദ്ധതികളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ ഹോമി ജഹാംഗീർ ബാബ എന്ന എച്ച്.ജെ. ബാബയാണ്. ഇന്ത്യയിലെ ആറ്റോമിക് ഹീറോ എന്ന് തന്നെ അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം. ഇന്ന് ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യ ഒരു ആണവ ശക്തിയാണെന്ന് നാം അഭിമാനത്തോടെ തല ഉയർത്തിപ്പിടിച്ച് പറയുമ്പോൾ ആ വിജയത്തിന് പിന്നിൽ ഒരാളുടെ നിശ്ചയദാർഢ്യമുണ്ട്. ഒരു ശാസ്ത്രജ്ഞൻ എന്നതിലും ഉപരിയായി ഒരു വലിയ ദീർഘദർശിയായിരുന്ന ഹോമി ബാബയുടെ ജീവിതം ഓരോ ഇന്ത്യക്കാരനും അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ്. 1909 ഒക്ടോബർ 30 മുംബൈയിൽ ഒരു സമ്പന്നമായ പാഴ്സി കുടുംബത്തിലാണ് ബാബ ജനിക്കുന്നത്. കേംബ്രിഡ്ജ് സർവകലാശാലയിൽ ഉപരിപഠനത്തിന് പോയ അദ്ദേഹം അവിടെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിനാണ് ചേർന്നത്. അത് അദ്ദേഹത്തിന്റെ അച്ഛന്റെ താല്പര്യം കൊണ്ടായിരുന്നു. എന്നാൽ ബാബയുടെ മനസ്സ് എപ്പോഴും തേടിക്കൊണ്ടിരുന്നത് പ്രപഞ്ച രഹസ്യങ്ങളെയായിരുന്നു. അങ്ങനെ അദ്ദേഹം തിയറിറ്റിക്കൽ ഫിസിക്സ് എന്ന സൈദ്ധാന്തിക ഭൗതിക ശാസ്ത്രത്തിലേക്ക് ചുവട് മാറ്റിപ്പിടിച്ചു. ലണ്ടനിൽ പോൾ ഡിറാക്, നീൽസ് ബോർ തുടങ്ങിയ ലോക പ്രശസ്ത ശാസ്ത്രജ്ഞന്മാർക്കൊപ്പം പ്രവർത്തിക്കാനും അദ്ദേഹത്തിന് അന്ന് സാധിച്ചിരുന്നു. ഫിസിക്സിൽ അദ്ദേഹം നൽകിയ സംഭാവനകൾ ലോകത്തെ ഞെട്ടിക്കുന്നതായിരുന്നു. കോസ്മിക് കിരണങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങളും ബാബ സ്കാറ്ററിംഗ് എന്നറിയപ്പെടുന്ന ഇലക്ട്രോൺ പോസിട്രോൺ സിദ്ധാന്തവും അദ്ദേഹത്തെ ലോകത്തിലെ മുൻനിര ശാസ്ത്രജ്ഞരിൽ ഒരാളാക്കി മാറ്റി. രണ്ടാം ലോകമഹായുദ്ധം തുടങ്ങിയപ്പോൾ അവധിക്കായി അദ്ദേഹം നാട്ടിലെത്തി. എന്നാൽ ആ യുദ്ധം കാരണം അദ്ദേഹത്തിന് ലണ്ടനിലേക്ക് തിരിച്ചു പോകാൻ കഴിഞ്ഞുമില്ല. അങ്ങനെ ആ നിർബന്ധിതമായ താമസം ഇന്ത്യൻ ശാസ്ത്രലോകത്തിന് ലഭിച്ച വലിയൊരു അനുഗ്രഹമായി മാറി. അദ്ദേഹം ബാംഗ്ലൂരിലെ IIScയിൽ സർ CV രാമനോടൊപ്പം ഗവേഷണങ്ങൾ ആരംഭിച്ചു. ഇന്ത്യക്ക് അഭിമാനമായി മാറിയ രണ്ട് വലിയ പ്രസ്ഥാനങ്ങൾ അദ്ദേഹമാണ് കെട്ടിപ്പൊക്കിയത്. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച് തുടങ്ങുന്നത് 1945-ൽ JRD ടാറ്റയുടെ സഹായത്തോടെയാണ്. ആ സ്ഥാപനം ഇന്ത്യയിലെ അടിസ്ഥാന ഗവേഷണങ്ങളുടെ കേന്ദ്രമായി പിന്നീട് മാറുകയും ചെയ്തു. പിന്നീട് അദ്ദേഹം ട്രോംബയിൽ തുടങ്ങിയതാണ് ബാബ ആറ്റോമിക് റിസർച്ച് സെന്റർ. ഇന്ന് ഇന്ത്യയുടെ ആണവ ഗവേഷണങ്ങളുടെ നെടുംതൂണായി മാറിയിരിക്കുകയാണ് ആ സ്ഥാപനം. ആണവോർജ്ജം എന്നാൽ വിനാശകരമായ ഒരുതരം ബോംബ് മാത്രമാണെന്ന് കരുതിയ കാലത്ത് അത് വൈദ്യുതിക്കും കൃഷിക്കും ആരോഗ്യരംഗത്തിനും എങ്ങനെ ഉപയോഗിക്കാം എന്ന് അദ്ദേഹമാണ് ഈ ലോകത്തിന് കാണിച്ചു കൊടുത്തത്. അതേപോലെ ഇന്ത്യയിലെ തോറിയം നിക്ഷേപം ഉപയോഗിച്ച് വൈദ്യുതി ഉണ്ടാക്കാനുള്ള ഒരു ത്രിതല ആണവോർജ്ജ പദ്ധതി അദ്ദേഹത്തിന്റെ ആശയമാണ്. 1956-ൽ ഏഷ്യയിലെ തന്നെ ആദ്യ ആണവ റിയാക്ടറായ അപ്സര ബാബയുടെ നേതൃത്വത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. ശാസ്ത്രത്തിന്റെ പിന്നാലെ പായുമ്പോഴും അദ്ദേഹം ഒരു മികച്ച ചിത്രകാരനും കലാകാരനുമായിരുന്നു. ഒരു നല്ല വയലിനിസ്റ്റ് കൂടിയായിരുന്നു ഹോമി ബാബ. പിന്നീട് പത്മഭൂഷണും ബ്രിട്ടീഷ് റോയൽ സൊസൈറ്റി ഫെലോഷിപ്പും നൽകി ലോകം അദ്ദേഹത്തെ ആദരിച്ചു. എന്നാൽ 1966 ജനുവരി 24 ലോകത്തെ തന്നെ നടുക്കിയ ആ സംഭവം നടന്നു. വിയന്നയിൽ ഒരു സമ്മേളനത്തിന് വേണ്ടി പോവുകയായിരുന്ന ബാബ സഞ്ചരിച്ച വിമാനം ആൽപ്സ് പർവ്വതനിരകളിൽ തകർന്നു വീണു. അങ്ങനെ കേവലം 56-ാം വയസ്സിൽ അദ്ദേഹം വിടവാങ്ങുമ്പോൾ ഇന്ത്യക്ക് നഷ്ടമായത് രാജ്യത്തിന്റെ ഏറ്റവും വലിയ സ്വപ്നങ്ങൾ കൂടിയായിരുന്നു. ഇന്ന് ഇന്ത്യ ബഹിരാകാശത്തും ആണവരംഗത്തും കൈവരിച്ച ഓരോ നേട്ടത്തിലും ആ മഹാപ്രതിഭയുടെ ആത്മാവുണ്ട്. മറ്റുള്ളവരെ പിന്തുടരുന്നവരല്ല, മറിച്ച് മറ്റുള്ളവർക്ക് വഴി കാണിക്കുന്നവരാകണം ഇന്ത്യൻ ശാസ്ത്രജ്ഞർ എന്ന ഹോമി ബാബയുടെ വാക്കുകൾ ഇന്നും പ്രസക്തമാണ്.